മഹാപ്രഭു, ഞങ്ങളെ രക്ഷിച്ചാലും മഹാബലി പ്രജകൾക്കെല്ലാം പ്രിയങ്കരനായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ പോയാൽ സ്വർഗവും അസുരരാജാവ് കീഴടക്കും. മഹാബലിയെ ഇല്ലാതാക്കണം. മഹാബലി വിശ്വജിത്ത് എന്ന മഹായാഗം നടത്തുന്നുവെന്ന് കേൾവിപ്പെട്ടു. അതുണ്ടാകരുത്. മഹാബലി ആ യാഗം ചെയ്താൽ കൂടുതൽ കരുത്തുറ്റവനാകും. ശാന്തനാകൂ ഇന്ദ്രദേവ. എന്തെങ്കിലും വഴി നമുക്ക് കണ്ടുപിടിക്കാം. വരൂ ബ്രാഹ്മണബാല, താങ്കൾക്ക് എന്റെ യാഗശാലയിലേക്ക് സ്വാഗതം. അകത്തേക്ക് വന്നാലും. ഭക്ഷണം വേണമെങ്കിൽ ഭോജശാലയിലേക്ക് പോകാം. പിന്നെ ബാല, എന്താണ് വേണ്ടത്? എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ 3 അടി മണ്ണു തരാൻ സാധിക്കുമോ അങ്ങേക്ക്? ബാല, ഇത് മഹാബലിയുടെ നാടാണ്. 3 അടി മണ്ണ് മാത്രം മതിയോ? എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, അത് നമുക്ക് തരുവാൻ സാധിക്കും. 3 അടി മണ്ണ് മാത്രം മതി എനിക്ക്. ആരെവിടെ? ഈ ബാലൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് 3 അടി മണ്ണ് അളന്നു കൊടുക്കൂ. അരുത്, ഞാൻ എന്റെ പാദം കൊണ്ട് 3 അടി അളന്നെടുത്തുകൊള്ളാം. ശരി, അങ്ങനെയാവട്ടെ. മൂന്നാമത്തെ അടി എവിടെ വയ്ക്കും രാജാവേ? എന്റെ പ്രജകളെ ഇടയ്ക്ക് വന്ന് കാണുവാൻ സാധിക്കുമോ പ്രഭോ എനിക്ക്? ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം വന്ന് പ്രജകളെ കണ്ടോളൂ.